ഈ മഴക്കാലത്ത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ മഴ സമയത്ത് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് വീടുകളിൽ ഒച്ചിൻ്റെ ശല്യം. അപ്പോൾ ഇത് നമ്മൾ ഉപ്പ് പൊടി വിതറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒച്ച് ഇങ്ങനെ അലിഞ്ഞു പോവും. പക്ഷെ അത് കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ ഭയങ്കര അറപ്പും വെറുപ്പുമാണ്. ഇത് നമുക്ക് എടുത്ത് കളയാനൊക്കെ ഭയങ്കര എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ വീടിൻ്റെ ബാക്ക് വശത്തെ മതിലിൽ കൂടെയൊക്കെ ഇങ്ങനെ ഒച്ച് കയറി വീട്ടിനകത്തോട്ടൊക്കെ വരും. അപ്പോൾ ഉപ്പ് പൊടി വിതറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് ചത്തുപോകും. പക്ഷേ ഇതിൻ്റെ ആ ബാക്കി ഇതിങ്ങനെ അലിഞ്ഞ് ഒരുമാതിരി വെള്ളം പോലെ കിടക്കുന്നതൊക്കെ എടുത്ത് ഡിസ്പോസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. നമുക്ക് ആദ്യം വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ആ ബോട്ടിൽ ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്ത് 2 പീസായിട്ട് എടുക്കുക. ഇനി ഈ ബോട്ടിലിൻ്റെ താഴത്തെ പോർഷനിൽ നമുക്ക് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 4-5 സ്പൂണ് ഉപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഉപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിൻ്റെ മൂടിയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മുകളിലത്തെ പാർട്ട്. ഇപ്പോൾ കണ്ടോ ചുവരിൽ ഒരു ഒച്ച് പോകുന്നത്. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ ഈ ഷാർപ്പ് എഡ്ജ് വെച്ചിട്ട് ഈ ഒച്ചിനെ ഇതിനകത്തോട്ട് ഇങ്ങനെ നീക്കിയിടുക. എന്നിട്ട് ഈ ഉപ്പിനകത്തോട്ടിട്ട് നല്ലപോലെ കുലുക്കി ഇത് അതിൻ്റെ അടിയിലോട്ടാക്കുക. അപ്പോൾ ഈ ഉപ്പിനകത്ത് കിടന്ന് ഇതങ്ങ് അലിഞ്ഞ് അങ്ങ് ഇല്ലാതായിക്കോളും. എന്നിട്ട് ഇതിൻ്റെ മൂടിയെടുത്ത് നമുക്കിത് അടച്ച് വയ്ക്കാം. ഇത് ഒറ്റ യൂസിനല്ല, ഇത് കുറേ ഇങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ളത് മൊത്തം ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഉപ്പ് നിറച്ച് നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. വീണ്ടും ഇതുപോലെ ഒച്ചിനെ നമുക്ക് ഇതിനകത്തോട്ടാക്കിയിട്ട് അപ്പോൾ നമുക്കിത് കൈകൊണ്ട് തൊടുകയോ ഒന്നും വേണ്ട. നമുക്കിതുപോലെ എടുത്ത് അതിനെ നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം ബോട്ടിൽ ഒരു കുറേയൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനെ കളഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഉപ്പ് ഫില്ല് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.